ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. സ്വാഗതം പറയാൻ തന്നെ മോൾട്ട് റെഡിയാണ്. കാരണം എന്താ പറയുക, സാധനം റെഡിയായി, ടേസ്റ്റിയാ റെഡിയായി. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ലോലിപോപ്പ്. ഓക്കെ, ലോലിപോപ്പ് ആണ്. നമ്മൾ സാധാരണ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്ത് നമ്മുടെ സെയിലുള്ള ആള് വന്നിട്ട് ചോദിക്കും എന്താണ് സ്റ്റാർട്ടപ്പ് വേണ്ടി ചോദിക്കും. അപ്പൊ അവർ ആദ്യം തരുന്നതാണ് ചിക്കൻ ലോലിപോപ്പ്. ഞാനൊക്കെ ഹോട്ടലിൽ പോകുമ്പോഴല്ലോ നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കും അത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ചെറിയൊരു വീഡിയോ ആണ്, 5 മിനിറ്റ് വീഡിയോ. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കാന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, വെൽക്കം ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ ചിക്കൻ ലോലിപോപ്പ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ എന്തായാലും ചിക്കൻ്റെ ചിറകാണ് കേട്ടോ ഈ സംഭവത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ്റെ വിങ്സ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് സ്പെയർ ആയിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ വിങ്സ് ഉണ്ടാക്കാനുണ്ടല്ലോ ഇതിങ്ങനെ മേടിച്ചിട്ട് ഇത് അല്ല ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ 2 പീസാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് മാറ്റാം. ഓക്കെ, ഈ ചിറക് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് വിടർത്തി ഈ ഇതുണ്ടല്ലോ ഈ ദശ ഒന്ന് വിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കത്തി കൊണ്ട് തന്നെ നമ്മുടെ ഈ എല്ലിലിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് കത്തിയും കൊണ്ട് ഒന്ന് വിടർത്തി താഴോട്ട് കൊടുക്കണം. നമുക്ക് കടയിൽ കിട്ടുന്ന ലോലിപോപ്പ് കണ്ടല്ലേ, അതുപോലെ ആക്കണമെങ്കിൽ ഈ മേലെയുള്ള ദശ മുഴുവൻ താഴത്തോട്ട് പോകണം. ഓക്കെ, കുഞ്ഞതായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയതാ നമ്മുടെ ആദ്യത്തെ ലോലിപോപ്പ് ഒരെണ്ണം റെഡിയായി. ഓക്കെ, നമുക്കിതിവിടെ വയ്ക്കാം. ഇവിടെ ഒരു പ്ലേറ്റിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാല് നമുക്ക് ആവശ്യമില്ല കേട്ടോ, പച്ചിറക്. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തത് നമ്മളിതിൽ ചിറകിൻ്റെ 2 പീസ് ഉണ്ടാവില്ലേ, ഒരു പീസ് നമുക്ക് പെട്ടെന്ന് കിട്ടാം. ഇതാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 എല്ലുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ വലിയ എല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് മേലെ കത്തി കൊണ്ട് നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പുറത്തോട്ട് ആക്കിയിട്ടുണ്ടല്ലോ ഈ എല്ല്, ഇതിൽ ഒരെല്ല് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങോട്ട് കിട്ടും. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് ജസ്റ്റ് ചുരണ്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ എല്ലാം കൂടെ പോയി കിട്ടും. എന്താ ഈ എല്ല് പോയി. ഓക്കെ, അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് മേലെ നിന്ന് വെച്ചിട്ട് നമ്മൾ മേലെ ഭാഗത്തുനിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ച് ദശ നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. ഇത് തന്നെ എല്ല് തന്നെ നിൽക്കണം. അതുകൊണ്ട് ഇതാ അടുത്ത ചെറിയ ലോലിപോപ്പ്. ഇതെല്ലാം നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ കുഞ്ഞ് ചെറുകായി തരുന്നുണ്ടല്ലോ, ചെറുതായിട്ട് കിട്ടണം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മളിതവിടെ 1/2 കിലോ ഉണ്ട്. എല്ലാത്തുനിന്നും എല്ലിന്ന് ഇങ്ങനെ വളർത്തി ഏകദേശം മാറ്റി ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുട പിടിച്ച പോലെ ആക്കാം. അതങ്ങനെ കുടയില്ലേ, എല്ലിൽ കുട പിടിച്ച പോലെ ഉണ്ടാവും ഇറച്ചി. ഓക്കെ, ഇതുപോലെ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് മാറ്റി റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിക്കന് മൊത്തം നമ്മൾ ലോലിപോപ്പ് ടൈപ്പിൽ ഫുള്ള് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം ഇതിൽ കുറച്ച് ഒരു ചെറിയൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടല്ലോ ഈ ചിക്കനിലോട്ട് ചേർക്കാൻ വേണ്ടി കുറച്ച് മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ഒരു 2 ടീസ്പൂൺ കേട്ടോ, ഒരു 2 3 ഒരു 4 ടീസ്പൂൺ. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ അതിലോട്ടുണ്ടല്ലോ സോയാ സോസ് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണ്, ഇത്രയും മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. നിങ്ങളുടെ ഉപ്പ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ലോലിപോപ്പ് ചിക്കൻ. ഓക്കെ, ഇതിലിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്
ഇതൊരു 20-25 മിനിറ്റ് നമ്മളിതിനെ റെസ്റ്റ് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചിക്കനിലൊന്ന് പിടിച്ച് റെഡി ആയിരിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത മസാല ചെയ്യാനും ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇതൊരു 10-25 മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. നമ്മുടെ ചിക്കൻ ലോലിപോപ്പിനുണ്ടല്ലോ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോഴിമുട്ട എന്തായാലും നമുക്ക് വേണം കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മൈദ കേട്ടോ. 2, 3, ഒരു 4 ടേബിൾ സ്പൂണ്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ക്രിസ്പി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് മതിയാവും. പിന്നെ അതേപോലെ നമുക്ക് മെയിൻ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നിങ്ങളുടെ കയ്യിൽ മുളകായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പേസ്റ്റ് ചെയ്ത് ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മളൊരു 1.5 ടീസ്പൂണാണ് ഇടുന്നുള്ളൂ. നമുക്ക് അധികം വേണമെന്നില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്ത മല്ലിയില. ഓക്കെ, പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്. പിന്നെ ഒനിയൻ്റെ ഇതാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അതും. ഇതിൽ ഉപ്പ് നിങ്ങൾ ഇടുമ്പോൾ നേരത്തെ നമ്മൾ ചിക്കനും ഇതിലൊക്കെ ഉപ്പിട്ടുള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു സാധനം മറന്നുപോയി, കുറച്ച് വിനെഗർ കേട്ടോ. ഒരു ടീസ്പൂണ് വിനാഗർ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ടേസ്റ്റ് കിട്ടും. അതും കൂടെ ഒഴിച്ച് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എണ്ണ വെച്ച് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടല്ലോ ഒരു സെറ്റ് റെഡി ആയിരിക്കും. ഇതാ ഫുള്ള് അടിപൊളിയായിട്ട്. നമ്മൾ കളർ ഇടാത്തതുകൊണ്ട് ഒരു റെഡിഷ് കളർ, നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു റെഡിഷ് കളർ ഉണ്ടാവും, ആ കളർ ഉണ്ടാവില്ല. ഓക്കെ, ചിക്കൻ ലോലിപോപ്പ് ഉണ്ടല്ലോ റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടല്ലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കളറ് പൊടി ചേർത്ത്. നമ്മളിപ്പോൾ കളർ ചേർത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും റെഡായിട്ട് കാണണമെന്നില്ല. ഓക്കെ, നമുക്കിതുപോലെ നമ്മൾ ഒരു സെറ്റ് ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഉണ്ടല്ലോ ചിക്കൻ ലോലിപോപ്പൊക്കെ ഉണ്ടാക്കി മണം കുറേ നേരം അടിക്കാൻ തുടങ്ങിയിട്ട് ഈ വീഡിയോ എടുക്കൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ പരിപാടി. കാരണം മോൾട്ടേക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനമില്ല. അച്ഛൻ എപ്പോഴും കഴിക്കാനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട്. എനിക്ക് അതിനും കാട്ടി ക്ഷമക്കേടാണ്, എൻ്റെ ക്ഷമക്കേടാണ് അവൾക്കുള്ളതെന്ന് തോന്നുന്നു. കഴിക്കാതെ മോൾട്ടി, ലെറ്റ് സ്റ്റാർട്ട്. നമ്മളെന്തായാലും ഉണ്ടല്ലോ ചൂടൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളുണ്ടല്ലോ ചില്ലി സോസൊക്കെ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ വീഡിയോ കാരണം ഇത് ഫുള്ളായിട്ട് വന്നു കട്ട് കൊടുക്കും ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, സാധനം കിടു ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.